സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇനിയും നമുക്ക് അടയാളങ്ങളുടെ ആവശ്യമുണ്ടോ? നമ്മൾ ആരെങ്കിലും ഇനിയും വിശ്വസിക്കാൻ ഒരു അടയാളത്തിനോ സാക്ഷ്യത്തിനോ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടോ? എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ ദിവ്യനാഥന്റെ സ്വരം ഇതുവരെയും നമ്മുടെ കാതിൽ ലഭ്യമായിട്ടില്ലേ? വിശ്വാസപ്രമാണം ഏറ്റുചൊല്ലുന്ന ഒരു വിശ്വാസിയും ഇനി സാക്ഷ്യങ്ങളുടെ പുറകെ പോകേണ്ട കാര്യമില്ല, അടയാളങ്ങളുടെ പുറകെ പോകേണ്ട കാര്യമില്ല. ഇത് ഈശോ പറയുമ്പോൾ ഈശോയുടെ പരസ്യജീവിതം നടന്നു കഴിഞ്ഞിരുന്നില്ല എന്നോർക്കണം. നമ്മളിപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം ആയിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് നമുക്കിനിയും അടയാളത്തിൻ്റെ ആവശ്യമില്ല. വിശക്കുന്നവൻ്റെ മുമ്പിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് അവനത് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് അവനത് സ്വീകരിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കൃപാവരം നമ്മിൽ സംലഭ്യമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ വിശ്വസിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ, ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചു മുന്നേറാം. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.